യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമേൽക്കാതെ ഒളിവിൽ പോയത്. ഒടുവിൽ മണ്ഡലം പ്രസിഡന്റ് ചുമതലയേറ്റു. രാങ്ങാട്ടൂർ സ്വദേശി മുഹമ്മദ് റാഷിദാണ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ കുറ്റിപ്പുറത്തെ മണ്ഡലം പ്രസിഡന്റിനെ ചൊല്ലിയായിരുന്നു മുഴുവൻ ചർച്ചയും. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും അധ്യക്ഷന്മാർ സ്ഥാനമേറ്റപ്പോൾ കുറ്റിപ്പുറത്ത് മാത്രം സ്ഥാനമേൽക്കാൻ പ്രസിഡന്റില്ല. പിന്നീട് മുഹമ്മദ് റാഷിദിനെ കാണാനില്ലെന്ന് വാർത്തയായി, പ്രചാരണമായി, സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചയായി. പ്രവർത്തകർ പ്രസിഡന്റിനെ നാടാകെ തപ്പി നടന്നു. അധ്യക്ഷനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഒടുവിൽ പോലീസിൽ വരെ പരാതിയെത്തി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് സിനിമയിൽ പറഞ്ഞ പോലെയായി കാര്യങ്ങൾ. ആർക്കും കണ്ടെത്താൻ കഴിയാതിരുന്ന ആ പ്രസിഡന്റ് ഇപ്പോൾ നാട്ടിലെത്തി സ്ഥാനമേറ്റു. ഞാൻ ടൈഫോയിഡ് ആയിട്ട് കിടപ്പിലായിരുന്നു. അതിന്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അത്ര നീണ്ടുപോയത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് അറിയിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ബാംഗ്ലൂർ ജോലിപരമായിട്ട് ബാംഗ്ലൂരായിരുന്നു. മുഹമ്മദ് റാഷിദ് കുറച്ചു കാലമായി ബംഗളൂരുവിലാണ് താമസം. ഉടൻ ചുമതലയേൽക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നാട്ടിലെത്തിയത്. മുഹമ്മദ് റാഷിദ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുണ്ടായ സാഹചര്യം ഇങ്ങനെ. മത്സരം ഇത് ഓൺലൈനിൽ ഇതിന്റെ ഇലക്ഷനെ കുറിച്ചിട്ട് കണ്ടപ്പോൾ നമ്മള് സൈഡിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഇതാണ്. റാഷിദിന്റെ സ്ഥാനാരോഹണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. മുൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് മിനിറ്റ്സ് ബുക്ക് കൈമാറിയിട്ടാണ് ചാർജെടുക്കൽ ചടങ്ങ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാതെ സ്വകാര്യ വ്യക്തിയുടെ ഒരു ബ്ലോക്ക് സെക്രട്ടറിയുടെ വീട്ടിൽ പോയിട്ടാണ് ഒരു ചാർജെടുക്കൽ ചടങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥി മുസ്തഫയെയാണ് റാഷിദ് തോൽപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് വേദികളിൽ ഇതുവരെ കാണാത്ത റാഷിദിനെ അവസാന ഘട്ടത്തിൽ മത്സരിപ്പിച്ചത് അനിൽകുമാർ VS ജോയി പക്ഷമാണ് എന്നാണ് ആരോപണം. 24 മലപ്പുറം.